ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. രണ്ട് തമിഴ് സിനിമകളുടെ റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മണിരത്നം കമലഹാസൻ എന്നീ ലെജൻഡ് കോംബോ ഒരുമിച്ചിട്ടും തിയേറ്ററുകളിൽ ആദ്യ ദിവസം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാകാനാവാതെ പോയ സിനിമയാണല്ലോ തഗ് ലൈഫ്. ലോകമെമ്പാടും നിന്നും കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെ കൂടുതലായിട്ട് നേടിയെടുത്ത തഗ് ലൈഫ് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഫൈനൽ പ്രീ സെയിൽ കളക്ഷൻ ഇന്നലെ രാത്രിയോടെ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരുന്നു. ആ റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ നമ്മുടെ കേരളത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ കേരളത്തിൽ മോശം പ്രീ സെയിൽ തുടക്കമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 2 തവണ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തി പ്രൊമോഷൻ ചെയ്തതാണ്. എന്നിട്ടും കമലഹാസൻ STR കോംബോയിൽ വന്ന സിനിമയ്ക്ക്, ഈ വമ്പൻ സിനിമയ്ക്ക് 70 ലക്ഷം രൂപ മാത്രമേ ആദ്യ ദിവസം കേരളത്തിൽ പ്രീ സെയിൽ ഗ്രോസ് വന്നിട്ടുള്ളൂ. അഭിപ്രായങ്ങൾ കൂടി മോശമായതോടെ സിനിമ 1 കോടി കളക്ഷൻ കേരളത്തിൽ ഗ്രോസ് കടക്കുമെങ്കിൽ പോലും 2 കോടി എത്തപ്പെടുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഗൂഗിൾ മൂവീസ് ആണെങ്കിൽ സിനിമയ്ക്ക് വലിയ ചാർട്ടിംഗ് എല്ലാം തന്നെയാണ് കേരളത്തിൽ നൽകി കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിനൊത്ത ഒരു ഹൈപ്പൊന്നും തന്നെ കേരളത്തിൽ സിനിമയ്ക്ക് വന്നിട്ടില്ല. ഇനി വേൾഡ് വൈഡ് തമിഴ്നാട് പ്രീ സെയിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ 8 കോടി 30 ലക്ഷം പ്രീ സെയിൽ ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് കർണാടകയിൽ റിലീസ് ഇല്ല. സിനിമയ്ക്ക് ആകെ ഇന്ത്യയിൽ മാത്രം ഗ്രോസ് 10 കോടിയിൽ താഴെയാണ്. വിദേശത്ത് നിന്ന് 12 കോടി പ്രീ സെയിൽ നേടിയെടുത്ത സിനിമ ഏകദേശം 21 കോടി 55 ലക്ഷം രൂപയാണ് ആദ്യ ദിവസം വേൾഡ് വൈഡ് പ്രീ സെയിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്ക് വേൾഡ് വൈഡ് തമിഴ്നാട് പ്രീ സെയിൽ എന്ന നിലയിൽ മികച്ച കളക്ഷൻ തുടക്കം വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കൂ ഇന്നത്തെ അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്ന ആദ്യ ദിവസത്തെ കളക്ഷനെ കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾക്ക്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് തമിഴിൽ നിന്നും നാം കേൾക്കുന്ന സിനിമയാണല്ലോ വാടിവാസൽ. സൂര്യ നായകനെത്തുന്ന വെട്രിമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇപ്പോഴത്തെ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന വക്കിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം വന്നിരിക്കുന്നത്. ഏകദേശം 2019 മുതൽ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വാടിവാസൽ. ഇടക്കാലത്ത് സൂര്യയുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുടെ വീഡിയോ, ഒപ്പം തന്നെ പ്രൊമോ വീഡിയോ എല്ലാം തന്നെ നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ പല ഘട്ടങ്ങളിലായുള്ള ചർച്ചകൾക്ക് ശേഷം സൂര്യ സിനിമയിൽ നിന്നും പിന്മാറിയിരിക്കുന്നു, അതല്ലെങ്കിൽ വാടിവാസൽ മൊത്തത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഈ വർഷം സിനിമയുടെ ഷൂട്ട് സൂര്യ 46ന്റെ ഒപ്പം പാരലായിട്ട് നടക്കുമെന്നായിരുന്നു റൂമേഴ്സ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് വന്ന റിപ്പോർട്ട്സ് നിരാശ നൽകുന്ന ഒന്ന് തന്നെയാണ്. വെട്രിമാരൻ വിടുതല ഈ സീരീസുകൾക്ക് ശേഷം ഇനി സംവിധാനം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത് STR നായകനെത്തുന്ന സിനിമയാണ് എന്നാണ് മറ്റൊരു വിവരം. കാത്തിരിക്കൂ കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.